പണ്ട് കാലത്ത് NSS എന്ന് പറഞ്ഞാൽ ശക്തമായിരുന്നു. രാഷ്ട്രീയത്തിലൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി നടപ്പാക്കാൻ കരയോഗ അംഗങ്ങൾ തയ്യാറായിരുന്നു. ഇന്നിപ്പോൾ ആ അവസ്ഥയല്ല. ഞാനതിലേക്ക് പിന്നീട് വരാം. ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, 4 പേര് രാജിവെച്ചാൽ കൊഴിയുന്നതല്ല NSS എന്നുള്ളത്. ശരിയായിരിക്കാം. ഈ പറയുന്നത് ആരാ? പറയുന്ന ആള് മന്ത്രി KV ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തിന് എന്താ ഇതിനകത്ത് റോള്? NSSൽ എന്താ റോള്? ഡയറക്ടറാണ്. എങ്ങനെയാ വന്നത്? സുകുമാരൻ നായരുടെ കാല് പിടിച്ചോ അല്ലെങ്കിൽ സുകുമാരൻ നായർക്ക് വേണ്ടി മറ്റെന്തെങ്കിലും സ്വാധീനം ചെലുത്തിയോ ഒക്കെ ആയിരിക്കാം വന്നിട്ടുണ്ടാവുക. ഞാൻ പറയുകയാണെങ്കിൽ ഗണേഷ് കുമാർ എന്ന് പറയുന്നത് പെന്തക്കോസ്തുകാരനാണ്. നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്. നിരവധി ഇയാൾ പല വട്ടങ്ങളിലും പെന്തക്കോസ്ത് സഭയിൽ പോയി യഹോവ സാക്ഷിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും നായരല്ലേ, ഞാൻ NSSന്റെ പ്രസിഡന്റാണ്. ഞങ്ങളുടെ കരയോഗത്തിലൊന്നും ഇങ്ങനെ ഒരാളും ഇതര സമുദായത്തിൽ പോയി പ്രാർത്ഥന നടത്തുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഈ നായർ എന്ന് പറയുന്ന ഹൈന്ദവ സമാജത്തിൽ ഇരുന്നു കൊണ്ട് മറ്റു മതങ്ങളുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ഇടപെടുന്നതിലല്ല നമുക്ക് പ്രശ്നം. ഇയാളുടെ ഫാമിലി, ഇയാൾ ഭാര്യയും കൂടി ചെന്ന് നിന്ന് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്നത് നമ്മൾ ശിവൻകുട്ടി നടത്തുന്നുണ്ട്, മന്ത്രി ശിവൻകുട്ടിയും നടത്തുന്നുണ്ട്, ഇയാളും നടത്തിയിട്ടുണ്ട്. ശിവൻകുട്ടി പിന്നെ വേറെ സമുദായ സംഘടനകളൊന്നും ഇല്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെ പ്രാർത്ഥന നടത്തിയ ഒരാളെ അയാൾക്ക് എന്താണ് നായർ കമ്മ്യൂണിറ്റിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? നായർ കമ്മ്യൂണിറ്റിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായ സനാതന ധർമ്മ വിശ്വാസി ആയിരിക്കണം.